മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കയറണമെങ്കിലുണ്ടല്ലോ ടയർ സ്ലിപ്പായി കറങ്ങി ഇവിടെ എങ്ങനെ ചെരിയൂടെ എണ്ണ ഈ സൈഡിലേക്ക് ഇത്ര ചിരിക്കണ്ട. ഇത് നല്ല വീടല്ലേ. ഇത് നോക്കിയാ എൻ്റെ അമ്മോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. വണ്ടി നല്ല ചെരിഞ്ഞാണ് കേട്ടോ പോകുന്നത്. ഇതെങ്ങനെ അറിയാൻ പറ്റും? ക്യാമറയിലൂടെ ഓരോന്നുണ്ട്. അതെ, ക്യാമറയിൽ അത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അടുത്തൊരു അമ്മ ഇറങ്ങിയാണ്. അമ്മയ്ക്കും സാധനം ഇറക്കി കൊടുക്കാറുണ്ട്. അത് വീണ്ടും മുകളിൽ കയറണം. ഇവിടുത്തെ ലോഡിങ് പരിപാടി മുഴുവൻ അണ്ണനാ. എല്ലാ സാധനം കയറ്റുന്ന ഇറക്കുന്നു. അങ്ങനെ സെറ്റ്. അങ്ങനെ നമ്മോടൊപ്പം യാത്ര ചെയ്ത അമ്മയുടെ നടത്തി. അമ്മയുടെ വീടായിരിക്കാം ഒരു പക്ഷേ, അറിയില്ല. അയ്യോ, അമ്മ എടുക്കോ? ഞാൻ ഓക്കെ. അല്ല, ഞാൻ ഇറങ്ങി കൊടുക്കാറുണ്ട്. ഇത് നല്ല അത്യാവശ്യം ആഴമുണ്ട്. അത്യാവശ്യം ആഴമുണ്ടായിരുന്ന വെള്ളത്തിന്. അടിപൊളി. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ കണ്ണാമുച്ചി എന്ന ഗ്രാമത്തിൽ നിന്നും പാലമല എന്ന മലയോര ഗ്രാമത്തിലേക്ക് ഓഫ് റോഡ് വാഹനത്തിൽ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. ഇന്നതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രദേശങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാവാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തവർ, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കാത്തവർ, കുടിവെള്ളം കിട്ടാതെ ക്ലേശം അനുഭവിക്കുന്നവർ, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ ഒട്ടനവധി രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ പാലമല എന്ന ഈ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുത്തെ വഴിയാണ്. ഏകദേശം 12 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ ദുർഘടം പിടിച്ച പാത താണ്ടിയെങ്കിൽ മാത്രമേ പാലമല എന്ന ഗ്രാമത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഗ്രാമവാസികൾ ആശ്രയിക്കുന്നത് ഓഫ് റോഡ് വാഹനങ്ങളെയാണ്. ഏകദേശം 25 പേരെങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഫോഴ്സിൻ്റെ ക്രൂയിസർ എന്ന വാഹനമാണ് ഇവിടെ സർവീസ് നടത്തി വരുന്നത്. എന്നാൽ ഈ വാഹനം എപ്പോഴും സർവീസ് നടത്തണമെന്നില്ല. മിനിമം 17 പേരെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വാഹനം ഇവിടെ സർവീസ് നടത്തുകയുള്ളൂ. ഇനി അതല്ല, ഒരു ആശുപത്രി ആവശ്യങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വന്തമായി ഈ ഒരു വാഹനം വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ 2000 മുതൽ 2500 രൂപ വരെയാണ് ഗ്രാമവാസികൾ ഇവർക്ക് നൽകേണ്ടത്. സാധാരണക്കാരായി ഈ മലയോര മേഖലയിൽ കൃഷിയും കൂലിപ്പണിയും ചെയ്ത് ജീവിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തീകരിച്ചാൽ ബസ് ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾ ഇവരുടെ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി ഗ്രാമവാസികളുടെ യാത്രാക്ലേശം തീരുന്നതാണ്. എന്തായാലും 1-2 വർഷത്തിനുള്ളിൽ തമിഴ്നാട് സർക്കാർ ഈ വഴി പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വർഷം 2025 ആയിട്ടും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുറേ സമൂഹം നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പാലമലയിലെ ബാക്കി വിശേഷങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അടുത്ത ഗ്രാമത്തിൻ്റെ കാഴ്ച നമ്മൾ എത്രമാത്രം സന്തോഷപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് താണ്ടിയുള്ള യാത്ര പിന്നെയും അങ്ങനെ അങ്ങ് തുടരുകയാണ്. അതെ, അണ്ണൻ ഇങ്ങനെ ഫസ്റ്റിലിട്ട് ഇങ്ങനെ എരപ്പിച്ചങ്ങ് കയറ്റുന്നുണ്ട്. കരട്ടെ. അതെ, എന്തായാലും മസാജ് ഒന്നും ചെയ്യണ്ട. ഒരു മസാജിങ് കൂടെ കിട്ടും ഫ്രീ ആയിട്ട് അല്ലേ? ആൻ്റെ ഒരു മസാജിങ്ങിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അതിപ്പോ പൂർത്തിയായി. ആൻ്റെ 2 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ശരീരവേദനയാണ്. അതിപ്പോ മാറി തന്നിട്ടുണ്ട്. സെറ്റായില്ലേ? അടിപൊളി. അമ്മ ഇതൊരു 10 പ്രാവശ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. അന്നത്തെ എക്സസൈസ്. അതെ, ഇപ്പൊ ലെഗ് ഡേ, ചെസ്റ്റ് ഡേ എന്നൊന്നും വേണ്ട, എല്ലാ പാർട്സിനും എക്സസൈസ് കിട്ടും. അതാണ് ഈ ഓഫ് റോഡ് യാത്രയുടെ ഒരു ഗുണം. കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. വഴി മോശമായി തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോ കണ്ടോ, വളരെ വീതി കുറഞ്ഞു. കറക്റ്റ് ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയുള്ളൂ. മഴയൊക്കെ പെയ്ത് എന്റെ അമ്മോ, മഴയൊക്കെ പെയ്ത് എന്തുവാണ് ഇത്? അതെ, മഴയൊക്കെ പെയ്ത് ഈ വഴിയൊക്കെ നശിച്ചു കിടക്കുകയാണ്. അതെ, എന്റെ വണ്ടി നല്ലപോലെ ചെരിയുന്നുണ്ടോന്നൊരു സംശയം തോന്നല. അയ്യോ, ഇതെന്തോടെ?
എൻ്റെ അമ്മോ, അയ്യോ, ടയറൊക്കെ ഉണ്ടാവും. വല്ലാത്തൊരു വഴിയായി പോയി കേട്ടോ ഇവിടെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓ, ഈ വഴി വണ്ടിയായിട്ട് വന്നിട്ട് നമ്മൾ പെട്ടെന്നിടെ വണ്ടി പോകും, ചാടിച്ചുകൊണ്ട് പോകേണ്ടി വരും. വണ്ടി എങ്ങനെയുണ്ട് ബോസ്? ആണല്ലേ, അണ്ണൻ ചോദിക്കല്ലേ. ഓ, എൻ്റെ വണ്ടി കൊണ്ട് പോരുന്നില്ല എന്തായാലും. ഞാനിനി വരുമല്ലോ എൻ്റെ വണ്ടി കൊണ്ട്. ഇനിയും ഞാൻ വരില്ല, കണ്ട നിലയ്ക്ക് ഒട്ടും വരില്ല. വണ്ടിയൊക്കെ പണിത്, അതെ, വണ്ടിയൊക്കെ പണിത് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുക ഇവര്. പിന്നെ ഇത് ഓടിച്ചോടിച്ച് ഇവരുടെ വണ്ടി മുഴുവൻ പോയി കിടക്കുക. ഇതതുകൊണ്ട് അവര് പണിയുന്നില്ല. അതെ, പോയാൽ പിന്നെയും പണിയും അവരുപയോഗിക്കും. പിന്നെ അണ്ണൻ പറഞ്ഞ പോലെ അണ്ണൻ തന്നെ വണ്ടിയിൽ പണിയൊക്കെ അണ്ണൻ തന്നെ ചെയ്ത് അതാണ്. അത് വേണ്ടി വരും ഇങ്ങനെയുള്ള യാത്രകളിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അവര് തന്നെ സ്വന്തമായിട്ട് പണിതില്ലെങ്കിൽ മുതലാവില്ല. മാക്സിമം അവർ തന്നെ ചെയ്യുന്ന പറഞ്ഞു. അതെ. ഓ എൻ്റെ അമ്മോ, എന്താ രസം നോക്കിയേ. മോനെ, എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് കണ്ടോളൂ. ഓ, എന്തോ കാടും പടലും ഒക്കെ. എൻ്റെ അമ്മ, എൻ്റെ മൊബൈല്. അങ്ങനെ കാടും പടലും ഒക്കെ തട്ടി മാറ്റിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അണ്ണൻ എയർ ഹോൺ അടിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒടുക്കത്തെ ട്രെയിനിങ് വരുന്ന വലിയൊരു വളവ് വരുന്നുണ്ടെന്നല്ലേ. അല്ല, വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒതുക്കാനായിട്ട്. അതെ, ഇനി പറ്റില്ല, ഇതിനകത്തോടെ പിടിക്കാം. ഓ, എന്താ ഇത് വഴി? നമ്മളിപ്പോൾ വന്നതൊന്നുമല്ല വഴി. എൻ്റെ അമ്മോ, എന്തൊക്കെയോ തട്ടി പോകുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ ഉണ്ടാവും അല്ലേ അതിനകത്ത്? ബാക്കിയൊക്കെ പോയാലും കുഴപ്പമില്ല. ഓ, എന്താ ഫ്രെയിം. സിനിമാക്കാർക്കൊക്കെ പറ്റിയ സ്ഥലം. ഒരിടത്ത് സെറ്റ് വിടണ്ട, ഒന്നും വിടണ്ട. പച്ച വീട്, ആ ഷീറ്റ്. അതെ, അതൊരു ഓലയും കൂടെ മേഞ്ഞായിരുന്നെങ്കിൽ കിടുവായനെ. ആ, അടിപൊളിയാണ്. അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗ്രാമത്തിലേക്ക് എത്തി. ഇവിടെയും കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി സ്ഥലം. എന്താ അല്ല, ഓരോ മനുഷ്യന്മാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഓ, നിലക്കടല. ഇവിടുത്തെ പ്രധാന കൃഷി അതൊക്കെയാണെന്നാ പറഞ്ഞത്. അതാണ് ഇവിടെ മുകളിൽ വീടൊക്കെ ഇരിക്കുന്നത്. ഏതെല്ലാം കാണുന്നുണ്ടാ? അങ്ങ് മുകളിലിതാ വീടൊക്കെ ഇരിക്കുന്ന കേട്ടോ. എൻ്റെ പൊന്നെ, ആ പാറയുടെ മുകളിലും അതോടൊപ്പം തന്നെ മലയുടെ മുകളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ വീട് നമുക്ക് കാണാൻ കഴിയും. കാണുമായിരിക്കും, അറിയില്ല. ഒരു ചേട്ടൻ കൊച്ചിനെയും പിടിച്ചു പോകുന്നു. ഗ്രാമത്തിന്റെ ഭംഗി നോക്കിയാലോ. ഓ, ഹോം സ്റ്റേ പോയടത്താ. ഗവൺമെന്റ് ചിലപ്പോൾ അതിനുള്ള അനുവാദം ഒന്നും കൊടുക്കൂലായിരിക്കും. ഗ്രാമവാസികൾക്ക് മാത്രമേ ഇങ്ങോട്ട് ആക്ച്വലി വരാനായിട്ടും. ഫോറസ്റ്റ് അല്ലേ ഇത്, റിസർവ് ഫോറസ്റ്റ് അല്ലേ, സമ്മതിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ഗ്രാമത്തിലുള്ളവരല്ലേ വരുന്നുള്ളൂ. നമ്മൾ തന്നെ ആദ്യമായിട്ടാണ്. അവർ നമ്മളോട് ചോദിച്ചില്ല, ആരും അങ്ങോട്ടൊന്നും വരാറില്ല, നിങ്ങളെങ്ങനെ ഈ വഴി കണ്ടുപിടിച്ചതെന്ന്. അതായിരുന്നു അടുത്ത കോമഡി. നമ്മളോട് ചോദിച്ചു, അണ്ണൻ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചതെന്ന്. പിന്നെ അണ്ണനോട് ഞാൻ പറഞ്ഞത് വലിയൊരു കഥയാണ്, പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ കയറി പോരിയത്. അതെ, ഇവിടെയൊക്കെ കൃഷി സ്ഥലം ഉണ്ടോ? പ്ലാവ്, മാവ്, തെങ്ങ്. ആയിരിക്കും. അതെ. ആളിറങ്ങാണ്ട് പോയി. ഇറങ്ങിക്കോ, എല്ലാവരും ഇറങ്ങിക്കോ. ഇവിടെ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പശുവിനുള്ള പുല്ല് അവർ കൃഷി ചെയ്യുന്നുണ്ട്. തെങ്ങുണ്ട്, കവുങ്ങുണ്ടല്ലേ? ഓ, ശരിയാ, കവുങ്ങുണ്ട്. എല്ലാ സാധനം ഉണ്ടല്ലേ? അത്യാവശ്യം എല്ലാം കൃഷി ചെയ്യുന്നൊരു ഭൂമിയാണ് ഇവിടെ. അങ്ങനെ ആൾക്കാരൊക്കെ ഓരോ ഗ്രാമങ്ങളിൽ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാഷ് കൊടുക്കുകയാണ് എല്ലാവരും. ഇനി സാധനം മുകളിൽ നിന്ന് എടുക്കണം, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇനി ഇതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറണം. ഇങ്ങനെ ബോണറ്റെ കൂടെയൊക്കെ ചവിട്ടി അതിൻ്റെ മുകളിൽ കയറി. മോനെ, വേറെ ലെവൽ കളികളാണ്. മുകളിൽ എന്താ ഉള്ള ടയറോ ഉണ്ടല്ലേ? നേരാ, നമ്മുടെ അരി സാധനങ്ങളൊക്കെ റേഷൻ കടയിൽ നിന്ന് അല്ലേ? ശരിയാ. അങ്ങനെ പിന്നെയും ഗ്രാമവാസികളെ അവരവരുടെ ഗ്രാമങ്ങളിൽ ഇറക്കിയിട്ട് നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് സുഹൃത്തുക്കളെ. പാറയുടെ മുകളിലൊക്കെ വീടിരിക്കുന്നു. എന്താ അല്ലേ? അടുത്ത ആളിറങ്ങാണ്ട്. ഇങ്ങനെ വേണം സാധനങ്ങൾ ഇറക്കാനായിട്ട്. കണ്ടോ, അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ് കേട്ടോ.
എന്തുവാ ഡോറ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നുണ്ടല്ലോ. അതെ അതെ, 360 ഡിഗ്രിയിലാണ് ഡോറ് കറങ്ങി വരുന്നത്. മുടി ചാച്ചാ, ഓക്കെ പോട്ടെ. ഇനി പിന്നെയും നമ്മുടെ യാത്ര തുടരാം. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി. അത് പഠിച്ചു ഞാൻ. ഇതിൻ്റെ മെക്കാനിസമാണ് അടിപൊളി. ആദ്യം ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് സെറ്റാക്കുക, ഇങ്ങനെ വെച്ച് സെറ്റാക്കുക, എന്നിട്ട് ഡോർ അടയ്ക്കുക. ക്യാഷ് കൊടുക്കാണ്ട് വാങ്ങിക്കട്ടെ. ആമാം, അവളതാ വെറൈറ്റി ഡോറൊക്കെ. എന്തായാലും കയറ്റം കയറി ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിനേക്കാളും ദുർഘടം പിടിച്ച പാത. ഇവിടെ ഒന്നും വഴിയില്ല, എന്തൊക്കെയോ ചപ്പൊക്കെ വാരി അവരിങ്ങനെ ഇട്ടിരിക്കുക. അതെ അതെ. ഓ ഇവിടെയൊക്കെ ആ അതാണ്. ഓ ഇതുണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കയറണമെങ്കിലുണ്ടല്ലോ ടയർ സ്ലിപ്പായി കറങ്ങി ദേ ഇവിടെ എങ്ങാനും ചെരിയൂടെ അണ്ണാ. ഈ സൈഡിലേക്ക് ഇത്ര ചിരിക്കണ്ട. ആ ഇതോളാം, നല്ല വീടല്ലേ. ഓ ഇത് നോക്കിയാൽ എൻ്റെ അമ്മോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. വണ്ടി നല്ല ചെരിഞ്ഞാണ് കേട്ടോ പോകുന്നത്. ഇതെങ്ങനെ അറിയാൻ പറ്റും? ക്യാമറയിലൂടെ ഓരോന്നുണ്ട്. ആ അതെ അതെ, ക്യാമറയിൽ അത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അല്ല ഇതിനകത്ത് ചിലപ്പോൾ അത്ര അറിയാൻ പറ്റില്ല. നമ്മൾ ഈ ഇതിനകത്ത് ഇരിക്കുന്നൊരു ഫീലേ കിട്ടില്ലല്ലോ. അങ്ങനെ അടുത്തൊരു മനോഹരമായ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം പാറയുടെ മുകളിലാണ് തോന്നുന്നു വീട് പണിയുന്നത്. ആ ഫുള്ളും പാറയുടെ മുകളിലാണ്. തക്കാളി കൃഷിയുണ്ട്, ചോളം, അരി, തക്കാളി, മാവ്, തെങ്ങ്, പിന്നെ പശുവിനുള്ള പുല്ല്. ഇനി ഈ വെള്ളക്കെട്ടിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ഒരു വാട്ടർ ക്രോസിംഗ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇനി അതും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം പൂർത്തിയായി. ഇത് നല്ല അത്യാവശ്യം ആഴമുണ്ട്. ആ അത്യാവശ്യം ആഴമുണ്ടായിരുന്നു ആ വെള്ളത്തിന്. അടിപൊളി. ഓ ഓക്കെ സെറ്റ്. ഓ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അരിയല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. പാവം എന്താ ചെയ്യുക. 40 കിലോ ആണായിരിക്കും. അങ്ങനെ ഇതിലവിടെ ഓടിച്ചാടി നടക്കുന്നു. വണ്ടിയുടെ മുകളിൽ കൂടെയും ബോണറ്റെ കൂടെ ഒക്കെ ഓടിച്ചാടി നടക്കുന്നത്. ഏത് വഴി കൂടെ വേണമെങ്കിലും വരാം. ഇതന്നെ തീരുന്നല്ലോ ഇവിടെ ഗ്രാമം അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. 10 കിലോമീറ്റർ മിനിമം 10 കൂടുതലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. 12 കടിപ്പിച്ച് പറഞ്ഞു. ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലൊക്കെ നമ്മുടെ പോക്ക്. അതാണ് അണ്ണന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അണ്ണന്റെ വീട്ടിൽ കിടക്കല്ലേ. വേറെ മാർഗമില്ല. വീടുന്നവിടം വിഷ്ണുലോകം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അടുത്തൊരു അമ്മ ഇറങ്ങിയാണ്. അമ്മയ്ക്കും സാധനം ഇറക്കി കൊടുക്കാനുണ്ട്. അത് വീണ്ടും മുകളിൽ കയറണം. ഇവിടുത്തെ ലോഡിങ് പരിപാടി മുഴുവൻ അണ്ണനാ. എല്ലാ സാധനം കയറ്റും ഇറക്കുന്നു. അങ്ങനെ സെറ്റ്. അങ്ങനെ നമ്മോടൊപ്പം യാത്ര ചെയ്ത അമ്മയുടെ നടത്തി. അമ്മയുടെ വീടായിരിക്കാം ഒരു പക്ഷേ, അറിയില്ല. അയ്യോ അമ്മ എടുക്കോ? ഞാൻ ഓക്കെ. അല്ല ഞാൻ ഇറങ്ങി കൊടുക്കാറുണ്ട്. ആണോ? സെറ്റ് എല്ലാം ഉണ്ടോ അണ്ണ? ഇറക്കല്ല. ശരി എല്ലാ സാധനം ഉണ്ട്, കുഴപ്പമില്ലെന്ന്. എല്ലാം ഓ ഇവരുടെ ഒരു ബുദ്ധിമുട്ടായി. ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കണമെങ്കിലും ഈ ജീപ്പ് കയറ്റി വേണം താഴേക്ക് കൊണ്ടുപോയിട്ട് നിറച്ചിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. എന്താ പാടല്ലേ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്ഥലം രക്ഷയില്ല. അതാണ് ഏക ഒരു ആശ്വാസം. സമാധാനമായിട്ട് ജീവിക്കാം, കൃഷി ചെയ്യാം. മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ എന്നുള്ളതിന് നമുക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കാം അണ്ണനോട്. മൃഗങ്ങളുടെ ശല്യം പിന്നെ നമ്മൾ ഈ സഞ്ചാരം ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതെ. അങ്ങനെ പാലമല എന്ന പ്രദേശത്ത് ഓരോ ആൾക്കാരെ അവരവരുടെ ഗ്രാമങ്ങളിൽ ഇറക്കി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിലെല്ലാം
നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൃഷിസ്ഥലങ്ങളും ആടുമാടുകളെ വളർത്തുന്നതും ചെറിയ ചെറിയ വീടുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പാലമലയിൽ ഇവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. അങ്ങനെ എന്തായാലും ഓരോ കാഴ്ചകൾ കണ്ട് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായി വിദൂരതയിൽ നിൽക്കുന്ന മലനിരകൾ എത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്നറിയാവോ നമ്മൾ ഈ ഒരു വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും ഈ ഒരു സ്ഥലം ഭൂമിയിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വാഹനത്തിൽ നിന്ന് അധികം ആൾക്കാരൊന്നും ഇറങ്ങാനില്ല, ഒരാളും കൂടെ ഉള്ളൂ ഇറങ്ങാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഇറക്കിയതിന് ശേഷം പാലമല എന്ന ഗ്രാമത്തിനോട് താൽക്കാലികമായിട്ട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. വണക്കണ്ണേ. വണക്കം. അപ്പോൾ ഇത്രയും നേരം നമ്മളെ യാത്ര ചെയ്ത് കൊണ്ടുവന്ന ഡ്രൈവർ അണ്ണൻ ഇദ്ദേഹമാണ് കേട്ടോ. അണ്ണൻ്റെ പേര്? என்னோட பேர் செல்வராஜுங்க. செல்வராஜ். ஆமாங்க. ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കൊഞ്ചൻ നാൾ വേല പണിട്ടിருக்கு അല്ലേ? കോട്ടയത്ത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. കോട്ടയം മുണ്ടക്കയം. ഇദ്ദേഹം JCB ഓപ്പറേറ്റർ, ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു പരിചയം നമ്മുടെ കേരളമായിട്ടുണ്ട്. അണ്ണന്റെ വണ്ടിയിലാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. അണെങ്കിൽ എവിടെ വീട്? மொத்தமா வந்து பாத்தீங்கன்னா 33 குக்கிராமங்கள் இருக்குது. 33 குக்கிராமங்கள் இருக்குது. சரி சரி. தனியே வந்து பாத்தீங்கன்னா ஒரு பஞ்சாயத்து இருக்கு. ഒരു പഞ്ചായത്തിൽ 33 കുക്ക് ഗ്രാമങ്ങൾ. பிரசிடென்ட் வந்து பாத்தீங்கன்னா ஒன்னு, ஒரு பிரசிடென்ட். வார்டு மெம்பர்ஸ் வந்து பாத்தீங்கன்னா 9. சரி. அது மொத்தம் வந்து தனியே ஒரு பஞ்சாயத்து இருக்குது. இந்த பஞ்சாயத்துல வந்து பாத்தீங்கன்னா காலங்காலமா வந்து பாத்தீங்கன்னா இந்த மாதிரி தான் இருக்கு. இது வந்து பாத்தீங்கன்னா எங்களுடைய பாலமலை வந்து பாத்தீங்கன்னா எப்படி உருவாச்சுன்னு கேட்டீங்கன்னா ஒரு 200 வருடங்களுக்கு முன்பாக எங்களுடைய முன்னோர்கள் கொல்லிமலை நாட்டில், அதாவது நாமக்கல் மாவட்டம் கொல்லிமலை, அங்கிருந்து இடம்பெயர்த்து இங்க வந்ததுதான் எங்களுடைய ஜனங்கள். ஆமா. அதுக்கு பின்னாடி வந்து பாத்தீங்கன்னா இந்த கலாச்சாரங்கள் மாற வந்து பாத்தீங்கன்னா ஒரு சில மாற்றங்கள் மாறிட்டே இருக்கு. எங்களுக்கு முக்கியமான ஒரு இது என்னன்னு கேட்டீங்கன்னா ரோடு வசதி சரியா இல்ல. இதுதான் எல்லாத்துக்கும் தெரிஞ்ச ஒரு விஷயம். இது இருந்துச்சு அப்படின்னா இன்னும் வந்து பாத்தீங்கன்னா பாப்புலாரிட்டி ஆயிரும், நல்லா வந்து பாத்தீங்கன்னா டெவலப்மெண்ட் ஆயிரும். இங்க வந்து பாத்தீங்கன்னா அங்க தெரியும் நினைக்கிற மஸ்ட் மறைச்சிட்டு இருக்கு. அங்க வந்து பாத்தீங்கன்னா சித்தேஸ்வரன் கோவில்னு சொல்லிட்டு ஒரு கோவில் இருக்கு. அது பிரசித்தி பெற்றது. இதுல இருந்து வந்து பாத்தீங்கன்னா வெளியூர்ல வெளிநாட்டுல இருந்தா வந்து பாத்தீங்கன்னா சித்திரை புரட்டாசின்னு சொல்லக்கூடிய 2 மாசங்கள்ல வந்து வருவாங்க. நல்லா கூட்டம். அதாவது நம்ம இங்கிலீஷ் மாசத்துல சொல்லணும்னா மே மாசம், அக்டோபர் 2 மாசம் திருவிழா சூப்பரா இருக்கும். வெள்ளி சனி ஞாயிறு, அதாவது ஃப்ரைடே சாட்டர்டே சண்டே, அந்த 3 days சூப்பரா இருக்கும். அத சமயம் அது மத்த அதர்ஸ் நாள் வந்து பாத்தீங்கன்னா அமாவாசை நாள், பிரதோஷம், அந்த மாதிரி நாட்கள்லயும் வந்து பாத்தீங்கன்னா நல்லா இதா இருக்கும். இன்னொன்னு வந்து பாத்தீங்கன்னா ஒரு அருமையான கிளைமேட் வந்து பாத்தீங்கன்னா அருமையா இருக்கும். குளிர்ச்சியான ஒரு ஏரியா. நம்ம சொல்ல போனா சுமால் கேரளான்னு சொல்லலாம். அந்த மாதிரி இருக்கும். அந்த மாதிரி வந்து பாத்தீங்கன்னா இன்னொன்னு சுற்றுலா தலத்துக்கு கொஞ்சம் அருமையானதா இருக்கும். ஏன்னா பாக்குறதுக்கு அந்த அளவுக்கு வேற ஒண்ணும் இல்லைனாலும் கொஞ்சம் நீட்டா இருக்கும். சரி. அப்ப இங்க சின்ன சின்ன வீடுகள் இருக்குல்ல? இருக்கு. என்ன விவசாயம் அவங்க காட்டுல வந்து பாத்தீங்கன்னா இது வந்து பாத்தீங்கன்னா வானம்பருத்து தான் விளையும். அந்த 3 மாசத்துக்கு தேவைப்பட்டது. மழை இருந்தால் ராகி, கம்பு, சோளம், சிறுதானிய வகைகள் வந்து பாத்தீங்கன்னா வேற வந்து பாத்தீங்கன்னா திணை, கம்பு, அப்புறம் எள்ளு, அப்புறம் மஞ்சள் வைக்குவாங்க. மஞ்சள் இருக்கு, வெங்காயம். அது கொஞ்சம் தண்ணி இருக்கிற இடத்துல வந்து பாத்தீங்கன்னா மஞ்சள், வெங்காயம் இதெல்லாம் வைக்குவாங்க. இது இப்போ ஃபோர்ஸ் தானே? அப்போ இங்க ஏதாவது வன்யமிருகங்கள் இருக்கா? அதாவது இதுல ஒரு நல்ல பெனிஃபிட் என்னன்னா பயமுறுத்தக்கூடிய விலங்குகள் எதுவுமே இல்ல. போர்டு மட்டும் தான் போட்டிருக்கோம். மத்தபடி இதுல வந்து வேட்டையாடுற அளவுக்கோ, மத்தபடி மனிதனை வேட்டையாடுறதோ, மனிதன் வந்து விலங்குகளை வேட்டையாடுறதுக்கு பெருசா ஒண்ணும் இல்ல. இதுல இருக்கிறதே வந்து பாத்தீங்கன்னா கரடி இருக்கு. அது அந்த அளவுக்கு நம்மள வந்து இது பண்ணாது. கரடி, குரங்கு, இதுதான். ஆமா. மயில், அப்புறம் பறவைகள் வந்து பாத்தீங்கன்னா மயில் அதிகமா இருக்கும். அதுதான். யானை இல்ல. வேற எந்த ஒரு பிக்கு விலங்குகளும் இல்ல. கரடி கொஞ்சம் தான். அது வந்து பாத்தீங்கன்னா அருகம்புல ஏதா ஒண்ணு நான் பாத்துட்டேன். இங்க இருக்கு. மலைக்குள்ள போனோம்னா இருக்கும். ஆனா இப்ப பாக்க முடியாது. ஏதோ எதிர்பாராத நான் பார்த்தே வந்து பாத்தீங்கன்னா 10 வருஷத்துக்கு முன்னாடி. ஆமாமா. இப்பெல்லாம் அந்த அளவுக்கு இல்ல. விவசாயம் பண்ணதுக்கு வேற பரவாயில்ல. விவசாயத்துக்கு வந்து பன்னின்னு சொல்லுவாங்க. அது வந்து பாத்தீங்கன்னா கொஞ்சம் சிரமமா இருக்கும். அதுதான் பன்னி, மயில். ஆமா. சரி, இந்த வருஷம் வந்து பாத்தீங்கன்னா நல்லா மழை பெஞ்சிருக்கு. அதனால ஒன்றும் பிரச்சனை கிடையாது. கொஞ்சம் விவசாயமே வந்து பாத்தீங்கன்னா எல்லா பக்கமும் வந்து பாத்தீங்கன்னா புழுதியா இருக்கு. எல்லாமே விவசாயம் பண்ண ஆரம்பிச்சிட்டாங்க. முக்கிய விவசாயம் தான். மத்த வேதம் இல்லைங்க. நான் எங்களுக்கு வருமானத்துக்கு வேணும்னா
சிட்டியை நோக்கி நகரணும். சரி சரி. எப்படின்னு கேட்டீங்கன்னா ஒரு 10 நாள் 20 நாள் வந்து பாத்தீங்கன்னா வெளியில போய் வேலை செஞ்சுட்டு அங்க இருந்தா ஆൾக்காரங்க போயிடும். ரெகுலரா வந்து பாத்தீங்கன்னா லேடிஸ் மட்டும் இந்த பாத்தீங்கன்னா இப்ப வந்து உழுது நாட்டு நட்டு எல்லாமே ரெடி பண்ணி வச்சுட்டு போயிட்டாங்க அப்படின்னா அது வர வரைக்கும் வந்து பாத்தீங்கன்னா வீட்டுல இருக்கிற ஆம்பளைங்க வந்து பாத்தீங்கன்னா வெளியில போயிடுவாங்க. என்ன வேலைக்கு போயிடும்? கட்டட தொழிலாளர் நிறைய இருக்காங்க, மேசன் இருக்காங்க, கரும்பெட்ட போவாங்க, டிரைவர்ஸ் நிறைய இருக்காங்க, டிரைவர்ஸ் இருக்காங்க. ஒரு சிலர் ஆளுங்க வந்து எங்க கவர்மெண்ட் ஜாப்ல நிறைய இருக்காங்க இங்க இருக்கு. எங்களுடைய பிரதர் வந்து பாத்தீங்கன்னா ஒருத்தர் வந்து பாத்தீங்கன்னா ஆர்கன்ஸில் இருக்கு அப்படி, அப்புறம் வந்து பாத்தீங்கன்னா துப்பாக்கி தொழிற்சாலையில திருச்சியில் இருக்கிற அப்படிங்க, அப்புறம் ஒருத்தர் மிலிட்டரியா இருக்கிறாருங்க. அப்புறம் டீச்சர்ஸா வந்து பாத்தீங்கன்னா நிறைய பேர் ஒர்க் பண்றாங்க. நானும் வந்து கொஞ்ச நாள் டீச்சர்ஸா ஒர்க் பண்ணிருக்கேன். நானும் வந்து BA MA எல்லாம் பண்ணிருக்கேன். அதனால நானும் டீச்சர்ஸா ஒர்க் பண்றேன். இதே ஸ்கூல்ல வந்து பாத்தீங்கன்னா இங்க பாலமலை ஸ்கூல் வந்து பாத்தீங்கன்னா ஒரு 6-7 ஸ்கூல் இருக்குங்க. 1 to 5th வரைக்கும் வந்து பாத்தீங்கன்னா 1 2 3 4 5 6 ஸ்கூல் இருக்குங்க. 1 to 8th வரைக்கும் 1 to 8th வரைக்கும் ஒரு ஸ்கூல் இருக்கு. 1 to 10th வரைக்கும் இருக்கு. இப்ப நம்ம கண்ணாமூச்சில இருந்து இந்த வழி ஏறி வந்தோம் அப்படின்னா இங்க வந்து பாத்தீங்கன்னா ஒரு 22 குக்கிராமம் இருக்குங்க. குறிப்பா பெரிய ஊர்னு சொல்ல போனா ராமன்பட்டி, கம்மன்பட்டி, புல்லாம்பட்டி, தலைக்காடு, பாத்திரமடுவு, சிங்காரத்தோப்பு. இது கொஞ்சம் பிக் வில்லேஜ், கொஞ்சம் பெரிய வில்லேஜ். அப்புறம் சின்னதா வந்து பாத்தீங்கன்னா வந்து நமன்காடு, பெரியலக்காடு இந்த மாதிரி சொல்லுவாங்க. இந்த இடம் நம்ம இருக்கக்கூடிய இடம் வந்து படியங்காடுன்னு சொல்லுவாங்க. அப்புறம் அங்க மேல தெரியுது அது சிங்காரத்தோப்புங்க. ஆமாங்க, லாஸ்ட் வில்லேஜ். ஆமாங்க. அவர் அதோட அந்த சைடு வந்து பாத்தீங்கன்னா குரூடியில இருந்து மேல போனா ஃபர்ஸ்ட் ஸ்டார்டிங் வந்து அணைக்காடு சொல்லிட்டுங்க. அதுல இருந்து மேல வந்து ஃபைனல் ஸ்டேஜ் வந்து பாத்தீங்கன்னா பெரியகுளம் சொல்லிட்டு ஏரியா. பெரியகுளம், ஈச்சாங்காடு லாஸ்ட் வில்லேஜ். அதுல பெரிய ஊர் வந்து பாத்தீங்கன்னா ஈச்சாங்காடும் பெரியகுளம். அது ரொம்ப ஓரளவுக்கு கொஞ்சம் பிக் வில்லேஜ். கொஞ்சம் சின்னதா வந்து பாத்தீங்கன்னா அதுக்கு கீழே நாகம்பதி, தெம்மம்பதி, அப்புறம் வந்து பாத்தீங்கன்னா நத்தக்காடு, கொள்ளுக்காடு, அந்த மாதிரி அந்த பக்கம் ஒரு 11 வில்லேஜ் இருக்கு. அந்த பக்கம் இந்த பக்கம் 22 வில்லேஜ், மொத்தம் 33 கிராமங்கள் இருக்குங்க. ഒരു പഞ്ചായത്ത് மட்டும். ഇത് ഒരു തനി ഒരു പഞ്ചായത്ത്. ശരി ശരി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നും ചോദിക്കേണ്ട വന്നില്ല. അണ്ണനെല്ലാം ഇങ്ങോട്ട് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു. അണ്ണൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. പ്രധാനമായിട്ട് 33 വില്ലേജ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള 33 ഗ്രാമങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് എള്ള്, കുറച്ച് തെങ്ങുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ജാക്ക് ഫ്രൂട്ട്, ചക്ക കണ്ടിരുന്നു, പിന്നെ കവുങ്ങുണ്ട്, പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിലക്കടല, അങ്ങനെ ചെറുധാന്യങ്ങളും പച്ചക്കറികളൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ്. ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി നമ്മൾ ചോദിച്ചിരുന്നു, ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് ഒന്ന് സ്ഥലം വാങ്ങിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും സാധിക്കില്ല, കാരണം ഇവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമി കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അണ്ണൻ പ്രത്യേകം പറഞ്ഞു. ചില ആൾക്കാരൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടുമോ, 10 സെൻറ്റ് സ്ഥലം കിട്ടുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് സ്ഥലം കിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ എല്ലാ കാര്യങ്ങളും അണ്ണൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. 1 മുതൽ 5 വരെയുള്ള കുറച്ച് സ്കൂളുകളുണ്ട് പല ഗ്രാമങ്ങളിൽ, പിന്നെ 8 വരെയുള്ള സ്കൂളുകളുണ്ട്, പിന്നെ 10 വരെ നമ്മൾ ആദ്യമേ കാണുന്ന ഗ്രാമത്തിൽ ഒരു 10 വരെ സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് കോളേജൊക്കെ പിന്നെ നമ്മൾ ജീപ്പ് സഫാരി ആരംഭിച്ച സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കോളേജുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് ആൾക്കാർ പഠിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞത്. നമ്മൾ കണ്ടല്ലോ, എത്ര ദുർഘടം പിടിച്ച പാത താണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക്, ഈ ഒരു ഗ്രാമമല്ല, ഈ ഒരു മലയെ ചുറ്റിയുള്ള ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അണ്ണൻ പറയുന്നത് വഴി ഒഴിച്ച് ബാക്കി ജീവിക്കാൻ ഏറ്റവും നല്ല ഒരു സ്ഥലമാണെന്നാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അത് നമുക്ക് വരുമ്പോഴേ തന്നെ മനസ്സിലാവും. നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും മനോഹരമായ ക്ലൈമറ്റ്, പ്രത്യേകിച്ച് നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല കാലാവസ്ഥ, ചെറിയ രീതിയിൽ തണുപ്പ്, അങ്ങനെ ജീവിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഗ്രാമം. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ വന്ന വഴിയാണെങ്കിൽ പോലും ആക്ച്വലി നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും, പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല്, ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയും നമുക്ക് അമേസിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. ഇനി ഒരുപാട് നേരം നമ്മൾ വൈകിപ്പിക്കുന്നില്ല, മഴ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അണ്ണൻ പറഞ്ഞ് നമുക്കിനി എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം. അണ്ണൻ നമ്മൾ തിരിച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ട്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പാണ്. இங்கே ஸ்டாப் பண்ணிக்கும். இப்போ முடிஞ்சிருந்தா ஸ்டாப் பண்ணிடும். இனி திரும்பி போகாது. உங்களுக்கு வேണ്ടി இன்னைக்கு நான் கீழே வரேன். അതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അവസാനത്തെ കാര്യം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചു പോകാറില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് ഇങ്ങോട്ട് വരും. അതോടെ തീർന്നു ട്രിപ്പിൻ്റെ പരിപാടി. ഇനി രാവിലെ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ആയിട്ട് റേഷൻ കടയിലേക്കും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഈ ജീപ്പ് അങ്ങനെ പോകും. പിന്നെ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കയറ്റി തിരിച്ചു വന്ന് ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടി ഈ ജീപ്പ് ഓടി താഴേക്ക് വരുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കിനി പോകുന്ന വഴിയെ പറയാം. ഒരുപാട് നേരം ഇനി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അണ്ണൻ പറഞ്ഞു ഇനി ഒരു ദിവസം രാവിലെ നമുക്ക് വരാം, ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ വരുന്നതായിരിക്കും. എന്തായാലും താൽക്കാലികമായിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്.
തിരിച്ചെത്തി. മഴയൊന്നും പെയ്തില്ല, വലിയ ഭാഗ്യത്തിന് സേഫായിട്ട് തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സെൽവരാജണ്ണന് പ്രത്യേക നന്ദി. നെക്സ്റ്റ് ടൈം பார்க்கலாம். கண்டிப்பா. ஓகே அப்போ நாங்கள் எந்தக்கு திரும்பி போயிடும். ஓகே சரி ஓகே ഓക്കെ നന്ദി. ശരി. അടുത്തുണ്ടോ? ഓ സെറ്റാണ്, പോരെ, എല്ലാം ഓക്കെ. അങ്ങനെ അണ്ണനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ വാഹനത്തിൽ കയറി. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി കേട്ടോ. അതിനുള്ള പ്രധാന കാരണം കുലുങ്ങി അല്ലേ വശം കിട്ടു. എൻ്റെ അമ്മോ, നല്ല ഒരു ഓഫ് റോഡായിരുന്നു. 10-12 കിലോമീറ്ററൊക്കെ ഓഫ് റോഡ് പോകുക എന്ന് പറയുമ്പോഴത്തേനും കടുകട്ടിയായിട്ടുള്ള ഓഫ് റോഡാണ്. തുടക്കം അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം കുഴപ്പമില്ലല്ലോ, നമുക്ക് നമ്മുടെ വാഹനമാണെങ്കിലും കയറി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വളരെ ദുർഘടം പിടിച്ച പാതയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. എന്തുകൊണ്ടും നമ്മുടെ വാഹനം കൊണ്ടുപോകാത്തത് നന്നായി. പക്ഷേ നമുക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് കിട്ടേണ്ടത് അവരുടെ കൂടെ, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ കൂടെ ആ വാഹനത്തിൽ കയറി അവിടെ ആ ഗ്രാമത്തിൽ പോകുമ്പോഴാണ് അതിനൊരു ഫീൽ ഉണ്ടാകുക, അല്ലേ? അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഫീൽ വേറെയാണ്. അവരുടെ കൂടെ സഞ്ചരിച്ച് അവരെങ്ങനെയാണ് ആ മലയിലൂടെ യാത്ര ചെയ്ത് അവരുടെ വീടുകളിലേക്ക് പോകുന്നത്, സാധനങ്ങൾ എത്തിക്കുന്നത്, അതൊക്കെ കാണണമെങ്കിൽ ആ ജീപ്പിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അതാണ് ഒരു കാര്യം. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വഴി ഒഴിച്ച് ബാക്കി എല്ലാം, അല്ലേ, വേറെ ലെവലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ആ മനോഹാരിത തന്നെയാണ്. നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് നമ്മളെ കൊണ്ട് തിരിച്ചാക്കിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് പോകാം. നമുക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ജീപ്പ് ഓടിച്ച് താഴേക്ക് വന്നത്. പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. കിട്ടിയ കുറച്ച് ഗ്യാപ്പിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ആ ഗ്രാമത്തെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഒരിക്കൽ കൂടി വരുന്നുണ്ട്. അദ്ദേഹം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് വരേണ്ടതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് അവിടെ തിരുവിള വരുമ്പോഴത്തേനും, തിരുവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അമ്പലത്തിൽ വലിയ ഉത്സവം വരും. ആ ഒരു സമയത്ത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് അവിടെ വരണം, നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണം. ആ ദിവസങ്ങളിലെ പ്രത്യേകതകൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മറ്റൊരു അവസരത്തിൽ വന്ന് അവിടുത്തെ മറ്റ് കാഴ്ചകൾ, അതായത് പൂർണ്ണമായിട്ടും ആ ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് പറ്റുന്ന കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഒരു അവസരത്തിൽ അവിടെ പോകുന്നതായിരിക്കും. എന്തായാലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്ന ഒരു യാത്രയായിരുന്നു. കുറച്ച് അനുഭവങ്ങളും കുറച്ച് കാഴ്ചകളും നമ്മൾ മനസ്സിലാക്കി. അനുഭവങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ യാത്ര. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കാഴ്ച എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ മനോഹാരിതയാണ്. അത് എത്ര ഭംഗിയാണെന്ന് കണ്ടില്ലേ? അവർ പറഞ്ഞത് കറക്റ്റാണ്. അവിടെ ജീവിക്കാനായിട്ട് നല്ല സുഖമാണ്. ഈ ഒരു യാത്ര ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊക്കെ ആ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷിക്കും. ശരിക്കും ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേനും എന്ത് തണുപ്പായിരുന്നു അല്ലേ? നമ്മൾ താഴേക്ക് എത്തിയപ്പോഴത്തേനും പിന്നെയും ചൂട് തുടങ്ങി. അപ്പോൾ അവർ പറയതേ, ഞങ്ങൾ രാവിലെ ജീപ്പുമായിട്ട് താഴേക്ക് വരുമ്പോഴത്തന്നെ നമ്മൾ വിചാരിക്കുന്നത് ആ ചൂടത്ത് പോയി ഇരിക്കണമല്ലോ, അതായത് ഇവരുടെ ടാക്സി ഇടുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരിക്കണമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് അവർക്ക് സങ്കടം. എന്നാൽ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴത്തേനും അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. എത്ര വർണ്ണിച്ചാലും നമുക്കത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? അത്രയും ഹൃദ്യമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ മനസ്സിന് കുളിർമയേകുന്ന പോലെ തന്നെയാണ്, അല്ലേ? ശരീരത്തിനും കുളിർമയേകുന്ന സ്ഥലമാണ്. അതെ, ശരീരത്തിന് കുളിർമയേകുന്ന സ്ഥലമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ പോയ പാലമല എന്ന ആ ഒരു പ്രദേശം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പാലമല ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇന്നത്തെ വീഡിയോയും ഇതിനോടകം വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? വേറെ പ്രത്യേകിച്ച് കാഴ്ചകളും വിശേഷങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനിയും നമ്മളെ കാത്ത് പല സ്ഥലങ്ങൾ ഇരിപ്പുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ പോയി വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ അവർക്കും ബൈ ബൈ. യെസ്, ബൈ ബൈ.